ഹായ്. ബോസ് വെങ്കിട്ടിന്റെ ഡയറക്ഷനിൽ ഈ ഒരു വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ആക്ഷൻ ഡ്രാമ സിനിമയായിരുന്നു സർ എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന വിമൽ, അതുപോലെ ശരവണൻ തുടങ്ങിയവരൊക്കെ ആയിരുന്നു. എന്തായാലും ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ റെന്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴിന് പുറമെ അത്യാവശ്യം മലയാളം, ഹിന്ദി അങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജസിലും ചിത്രം അവൈലബിൾ ആണ്. സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിന്റെ കഥാപരിസരം എന്നുള്ള ഏകദേശം 50, 60, 80 കാലഘട്ടം എന്നുള്ളതാണ്. ഇനി സംഭവത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ചിത്രത്തിന്റെ കഥാപരിസരം എന്നുള്ളത് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. മേലാളന്മാർക്ക് പണിയെടുക്കുന്ന കുറച്ച് ആളുകളൊക്കെയുള്ള അത്തരത്തിലുള്ള ഒരു സാധാരണക്കാരുടെ പ്രദേശം. ആ ഒരു പ്രദേശത്തിലേക്ക് നമ്മുടെ ചിത്രത്തിലെ നായകന്റെ മുത്തച്ഛൻ എത്തുകയാണ്. ആ മുത്തച്ഛൻ അവിടെയുള്ള ഈ ആളുകളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മക്കളെങ്കിലും വളർന്ന് നല്ലൊരു നിലയിൽ എത്തട്ടെ എന്ന് ഉദ്ദേശിച്ച്. അപ്പം ഇവിടെ നിന്നുമാണ് ഏകദേശം ഒരു സിനിമയുടെ കഥ ആരംഭം എന്നൊക്കെ പറയാൻ സാധിക്കും. കുറച്ചുകൂടി ഡെപ്ത് ഒക്കെ ഉണ്ട്. ഞാൻ ഏകദേശം ഒരു 1 ലൈൻ ആണ് പറഞ്ഞത്. എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ തന്നെ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. ചിത്രത്തിൻ്റെ കഥ അത്യാവശ്യം നല്ലൊരു മെസ്സേജ് നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് വശം എന്നുള്ളത്. കാരണം വിദ്യാഭ്യാസം എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളൊരു വിഷയത്തെ തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ പ്രതിപാദിക്കുന്നത്. ഇനി അതില്ല എങ്കിൽ അതിനുള്ളിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിലൂടെ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ജാതീയ ചിന്തകൾ അല്ലെങ്കിൽ ഈ അടിമത്തം എന്നൊക്കെയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണ് മേലേക്കിടയിലുള്ളവൻ താഴേക്കിടയിലുള്ളവൻ, ഇതെല്ലാം തന്നെ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരേ ഒരു ടൂൾ എന്ന് പറയാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസമാണ്. ആ ഒരു കാര്യത്തെയൊക്കെ തന്നെയാണ് ടോട്ടാലിറ്റിക്കുള്ളിൽ സിനിമയ്ക്കുള്ളിലൂടെ പറയുന്നത്. നല്ല ശക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ തിരിക്കുന്ന അഭിനേതാക്കളൊക്കെ തന്നെ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി പറയേണ്ടത് നായകൻ്റെ അച്ഛനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ശരവണൻ എന്ന് പറയുന്ന ആക്ടറാണ്. പുള്ളിയുടെ പ്രകടനം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഗംഭീരമാക്കി തന്നെയാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഞാൻ പറഞ്ഞു, സിനിമയ്ക്കുള്ളിൽ വിമലാണ് നായകനായിട്ട് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകടനമായിട്ട് നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഹാഫിലെ പ്രകടനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ ഛായാദേവി എന്ന് പറയുന്ന ആക്ട്രസ്സാണ് നായികയായിട്ട് എത്തുന്നത്. അതുപോലെ കുറേ മികച്ച പ്രകടനങ്ങളുണ്ട് കേട്ടോ. കൂടാതെ ഇതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡിൽ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് മെയിൻ വില്ലന്മാരെന്ന് കൂട്ടിക്കോ. സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അറിയാം. എന്തായാലും ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ പ്രകടനമായിട്ട് എല്ലാവരും മികച്ച പ്രകടനങ്ങൾ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ കാലഘട്ടം എന്നുള്ളത് തന്നെ കുറച്ച് പഴയതാണ്. ആ ഒരു 50 to 80 എന്നുള്ളൊരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും അത് അത്യാവശ്യം ഒരു ഫീല് നൽകാൻ വേണ്ടി, ആ ഒരു കാലഘട്ടത്തിൻ്റെ ഫീല് നൽകാൻ വേണ്ടി ചിത്രത്തിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ആർട്ട് വർക്ക് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ, അതുപോലെ തന്നെ മ്യൂസിക് വർക്കാകട്ടെ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലാണ് ചിത്രത്തിനുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സിനിമ ഇപ്പം തുടക്കം എന്നുള്ളത് അത്രയും ഇമ്പ്രസീവായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അയ്യോ ഇതെന്ത് സിനിമയാണ്, അല്ലെങ്കിൽ ഇത് കാര്യമായിട്ട് ഇമ്പ്രസ് ആകുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ കരുതി നിങ്ങളെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് തിരക്കേടില്ല എന്നുള്ളൊരു ഫീലിലേക്ക് എത്തും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്നുള്ളത് അത്രയും വലിയ എക്സ്പെക്ടേഷൻ കൊടുത്ത് പോകേണ്ട ഒരു സംഭവമൊന്നുമല്ല. സിനിമയുടെ ഒരു സോൾ എന്ന് പറയാൻ സാധിക്കുന്നത് സിനിമയുടെ 2ാം പകുതിയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫാണ്. സിനിമയുടെ ടോട്ടൽ ലെങ്ത് 2 മണിക്കൂർ 10 മിനിറ്റാണ്. ആദ്യത്തെ 1 മണിക്കൂർ അത്യാവശ്യം ഒരു നോർമൽ സിനിമ, വലിയ ഒരു സംഭവമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് തന്നെയാണ് പ്രേക്ഷകർ ഇരുത്തിക്കുന്നത്. എന്നാൽ 2ാം പകുതിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് എഴുത്ത് എന്നൊക്കെ ഉള്ളത് അത്യാവശ്യം ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഒക്കെ പ്രേക്ഷകരുമായിട്ട് നടത്തുന്ന രീതിയിൽ തന്നെയാണ്. സോ ആ ഒരു 2ാം പകുതി എന്നുള്ള അത്യാവശ്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും, കുറേ ഇമോഷണലി കണക്റ്റ് ആകാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത് സ്റ്റാർട്ട് ടു എൻഡ് വലിയ സംഭവം എന്നോർത്ത് പോകരുത്. 2ാം പകുതിയിൽ കുറച്ച് നല്ല സംഭവങ്ങളൊക്കെ കാണും, നല്ല ഇമോഷണലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല മുഹൂർത്തങ്ങളൊക്കെ കാണും. അത് പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ആ തരക്കേടില്ലാത്തൊരു സിനിമ കണ്ട് മടങ്ങാൻ സാധിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് സാറിനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ പറയും വലിയ സംഭവമൊന്നും പറയാൻ സാധിക്കില്ല, എന്നാൽ തീർത്തും അങ്ങോട്ട് മോശമാണെന്നും പറയാൻ സാധിക്കാത്ത, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള ആ ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന സിനിമകളുണ്ടല്ലോ, അത്തരത്തിലുള്ള കാറ്റഗറിയിൽ വെക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു മെസ്സേജ് ഉണ്ട് സിനിമയ്ക്കുള്ളിൽ. സോ ഒന്ന് കണ്ടു നോക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. മെസ്സേജ് മാത്രമല്ല കേട്ടോ, സെക്കൻഡ് ഹാഫിൽ വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ആ നായകനെയും നായകൻ്റെ ഫാമിലിയും ഒക്കെ വെച്ചുകൊണ്ട് കുറച്ച് വിഷയങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. നല്ല രസമായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. എന്തായാലും ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു U സർട്ടിഫൈഡ് പടമല്ല, UA സർട്ടിഫൈഡ് പടമാണ്. അതിനുള്ള മെയിൻ റീസൺ എന്നുള്ളത് സിനിമയ്ക്കുള്ളിൽ വയലൻസും കാര്യങ്ങളൊക്കെ ക്ലൈമാക്സിലുണ്ട്. കുറച്ച് ചോര തെറിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ ക്ലൈമാക്സിൽ കാണാം. അതൊഴിച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഈ അഡൽട്ട് കണ്ടന്റ് ഒന്നും ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഒട്ടും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ തോതിലൊക്കെ കാണും. എങ്കിലും ഒന്ന് ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. സിനിമയ്ക്ക് ഒരു 6.5 out of 10 ആണ് നൽകുന്നത്, 10 6 മിനിറ്റ്. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.